രാവിലത്തെ ആഹാരം എന്താണെന്ന് വെച്ചാൽ രാവിലെ പൊടിയരി ഉപ്മാവ് ഉണ്ടാക്കി മകനും മീനൂട്ടിക്കും ഒക്കെ ആയിട്ട് അബിക്കുമായിട്ട്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തു. കുറച്ച് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളക് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീഞ്ചട്ടി വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ്, വറമുളക് ഇട്ടു, പച്ചമുളകും ഉള്ളിയും കരിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തു. എന്നിട്ട് ഇഡ്ഡലി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് കായപ്പൊടി ഇട്ടു. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് തേങ്ങയും ചിരകിയത് കൊടുത്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ. നന്നായിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിക്കോട്ടെ. ഇതിൻ്റെ കൂടെ അച്ചാറോ ചമ്മന്തിയോ എന്താണെന്ന് വെച്ചാലും എടുക്കാം. ഞാൻ കുറച്ച് പിന്നെ ഉപ്പുമാവ് എടുത്തു, പൊടിയരി ഉപ്പുമാവ് എടുത്തു, കുറച്ച് ഇഡ്ഡലി ഉപ്പുമാവ് എടുത്തു, കഴിച്ചു. പിന്നെ ഉച്ചക്കിലേക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ സാമ്പാറാണ് വെക്കാൻ പോണത്. സാമ്പാറും ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് മസാലയാണ് വെക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു, കഷ്ണങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഉപ്പേരി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരി പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഒക്കെ ഇട്ട് കടുക് ഇട്ടു. പിന്നെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ആ വെള്ളത്തോടെ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് സാമ്പാറിന് വേണ്ടിയിട്ട് തക്കാളി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇട്ടു. സാമ്പാർ പൊടിച്ച് വെച്ച സാമ്പാർ പൊടിയാണ് അതിന് ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയൊക്കെ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിക്കാം. തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. വെറും തേങ്ങ മാത്രം അരച്ചൊഴിച്ചാൽ മതി. പൊടിയൊക്കെ ഉണ്ടായി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. സാമ്പാർ പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. കരിവേപ്പില മല്ലിയൊക്കെ ഇട്ടു. ഇനി താളിച്ച് കൊടുക്കാം. മീനൂട്ടിക്ക് അബിക്കുമൊക്കെ ബീട്രൂട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് കടുകും എണ്ണ ഒഴിച്ച് കടുക് വറമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. അപ്പോൾ ചീഞ്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ ഉപ്പേരി അടിപൊളിയായി. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പേരിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നേരം സമയമാവണേ ഉള്ളൂ, ഊണ് കഴിക്കുന്ന സമയമാവണേ ഉള്ളൂ. കുട്ടികളൊക്കെ കളിക്കാൻ പോയിരിക്കണം. ഇപ്പോൾ ചോറ് 2 ചട്ടിയിൽ ചോറ് വെച്ചാൽ ഒന്നിന് മട്ടേരിയാണ് കേട്ടോ. ബായ്.